എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് രഹസ്യത്തിൻ്റെ 9ാമത്തെ ചാപ്റ്ററാണ്, നിങ്ങൾക്കുള്ള രഹസ്യം. ഭൗതിക ശരീരത്തിലെ ദൈവ സാന്നിധ്യമാണ് നിങ്ങൾ. ദേഹിയും ദേഹവുമാണ് നിങ്ങൾ. ശാശ്വത ജീവൻ്റെ സ്വയം പ്രകാശമാണ് നിങ്ങൾ. കഴിഞ്ഞ ദിവസം ഇതുവരെയാണ് വായിച്ചത്. ഞാൻ തുടർന്ന് വായിക്കാം. പ്രാപഞ്ചിക അസ്തിത്വമാണ് നിങ്ങൾ. ഊർജമാണ്, ധീഷ്ണയാണ്, ജ്ഞാനമാണ്, പൂർണ്ണതയാണ്. നിങ്ങൾ സ്രഷ്ടാവാണ്. ഈ ഭൂമിയിൽ നിങ്ങൾ എന്ന സൃഷ്ടിക്ക് രൂപം നൽകുന്നത് നിങ്ങളാണ്. ജെയിംസ് റേ പറയുന്നത് ഇങ്ങനെയാണ്: എല്ലാ പൗരാണിക ജ്ഞാനങ്ങളും നമ്മെ പഠിപ്പിച്ചത് സ്രഷ്ടാവിൻ്റെ രൂപത്തിലും ഭാവത്തിലുമാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ്. അതിനർത്ഥം ഈ ലോകത്തെ സൃഷ്ടിക്കാനുള്ള ദൈവികമായ ഊർജവും ശക്തിയും നിങ്ങളിലുണ്ട് എന്നാണ്. അതാണ് നിങ്ങൾ. ഇന്നോളം നിങ്ങൾ നിങ്ങളുടെ മൂല്യത്തിനൊത്ത വിശിഷ്ടമായ കാര്യങ്ങൾ സൃഷ്ടിച്ചിരിക്കാം, ഇല്ലായിരിക്കാം. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായ ഫലങ്ങൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചവയാണോ? അവ നിങ്ങളുടെ മൂല്യത്തിനൊത്തവയാണോ? അങ്ങനെയല്ല എങ്കിൽ അതെല്ലാം മാറ്റുവാനുള്ള ഏറ്റവും നല്ല സമയം ഇപ്പോഴല്ലേ? കാരണം അത് മാറ്റുവാനുള്ള ശക്തി നിങ്ങൾ നേടിയിട്ടുണ്ടല്ലോ. എല്ലാ ശക്തിയും നമ്മളിൽ നിന്ന് തന്നെ ഉത്ഭവിക്കുന്നതാണ്. അതിനാൽ തന്നെ നമുക്ക് നിയന്ത്രിക്കാവുന്നതുമാണ്. റോബർട്ട് കോളിയറിൻ്റെ വാക്കുകളാണ് മേൽ പറഞ്ഞത്. ഇനി ഇവിടെ സബ് ടൈറ്റിലുണ്ട്. അത് ഇങ്ങനെയാണ്: നിങ്ങൾ നിങ്ങളുടെ ഭൂതകാലമല്ല. ജാക്ക് കാൻഫീൽഡ് പറയുന്നത് ഇങ്ങനെയാണ്: ജീവിതത്തിൽ ബലിയാടുകളാക്കപ്പെട്ടവരാണ് തങ്ങളെന്ന് ധാരാളം ആളുകൾ കരുതുന്നുണ്ട്. അവർ മിക്കപ്പോഴും കഴിഞ്ഞകാല സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കും. പലപ്പോഴും അത് ദ്രോഹിക്കുന്ന മാതാപിതാക്കൾ, താളം തെറ്റിയ കുടുംബ പശ്ചാത്തലം തുടങ്ങിയവ ആയിരിക്കും. ഏതാണ്ട് 85% കുടുംബങ്ങളും ഇങ്ങനെയൊക്കെയാണെന്ന് മനഃശാസ്ത്രജ്ഞർ പറയുന്നു. അതിനാൽ ഇത് നിങ്ങളുടെ മാത്രം സവിശേഷമായ ഒരു സ്ഥിതി ഒന്നുമല്ല. എൻ്റെ മാതാപിതാക്കൾ മദ്യപാനികളായിരുന്നു. അച്ഛൻ എന്നെ ഉപദ്രവിക്കാറുണ്ട്. എനിക്ക് 6 വയസ്സുള്ളപ്പോൾ അമ്മ വിവാഹമോചനം നേടിപ്പോയി. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏതാണ്ട് ഇതുപോലെയൊക്കെ ആയിരിക്കും മിക്കവരുടെയും കഥകൾ. യഥാർത്ഥ ചോദ്യം ഇതാണ്: ഇപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നു? ഇപ്പോൾ നിങ്ങൾ എന്താണ് തിരഞ്ഞെടുക്കുന്നത്? കാരണം ഒന്നുകിൽ നിങ്ങൾക്ക് കഴിഞ്ഞുപോയ കാര്യങ്ങളിൽ തന്നെ മനസ്സ് കേന്ദ്രീകരിച്ചുകൊണ്ട് തുടരാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തു വേണം എന്ന് ആഗ്രഹിക്കുന്നുവോ അതിലേക്ക് മനസ്സ് കേന്ദ്രീകരിക്കാം. ഇന്നത്തെ വായന ഞാനിവിടെ നിർത്തുകയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരണേ. താങ്ക്